ഞാൻ ആസിഫ് അണ്ണാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. നമ്മൾ IITSൻ്റെ വിവിധ കോഴ്സുകളെക്കുറിച്ച്, അതിൻ്റെ കോഴ്സുകൾ എങ്ങനെ നടത്തുന്നു, അതിന് ഏതൊക്കെ അതിൻ്റെ അംഗീകാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ABC അല്ലേ, ABC തന്നെയാണ് അല്ലേ? ABCID. അപ്പോൾ ഇത് ABCIDയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കോഴ്സുകൾ, ധാരാളം കോഴ്സുകളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും പ്രവാസി മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ്. ചില സ്ഥലത്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വരെ ഉണ്ടെന്നാണ് നമ്മുടെ ഒക്കെ അറിവ്. അല്ലെങ്കിൽ ഇങ്ങനെ സീലടിച്ച് കൊടുക്കുക. പക്ഷേ പിന്നെ അവിടെ എത്തുമ്പോഴായിരിക്കും വെരിഫിക്കേഷനൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും അത് വ്യാജമാണെന്ന് അറിയുന്നത്. അപ്പോൾ അത് പലർക്കും ഒറിജിനൽ ഏത് വ്യാജമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു വിഷയമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ABC എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം? അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അത് ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ്. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത് തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ പർപ്പസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു 12 ഡിജിറ്റ് വരുന്ന ഒരു ID ആണ് ഓരോ സ്റ്റുഡൻറ്റിനും അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് ഓൺലൈൻ വഴി തന്നെ ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഗവൺമെന്റിൽ നിന്ന് പോയിട്ടുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് ഫോളോ ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കട്ട് ഓഫ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യുണീക്ക് ID എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. ആ IDയുടെ അണ്ടറിൽ അവരുടെ എല്ലാ അക്കാഡമിക് ക്രെഡൻഷ്യൽസും അതിന്റെ അണ്ടറിൽ വരും. അപ്പൊ എല്ലാ കോഴ്സുകൾക്കും വേണം, അത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാവർക്കും, എല്ലാ ഡിഗ്രി, ഡിപ്ലോമ, PG പ്രോഗ്രാമുകളെല്ലാം ഇതിന്റെ അണ്ടറിലേക്ക് വരും. കാരണം ഡിജി ലോക്കർ പോലെ തന്നെ അല്ലെ? അതെ, ഡിജി ലോക്കറുമായിട്ട് ബന്ധിപ്പിച്ചാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ കാരണം നമ്മുടെ മറ്റുള്ള ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ഡിജി ലോക്കറിൽ കാണാമല്ലോ. അതേപോലെ തന്നെയാണ് ABCID നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷനും കൂടി ഇതിന്റെ അണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും, എല്ലാ സർട്ടിഫിക്കറ്റുകളും. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ഡോക്യുമെന്റ്സും നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വൺസ് നമ്മുടെ ഡിജി ലോക്കറിൽ ABCD ഉപയോഗിച്ച് ഒരു ഉണ്ടാക്കി അത് നമ്മുടെ ഡിജി ലോക്കറിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് കോപ്പി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിജിറ്റലി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് സിഗ്നേച്ചർ, അതിന്റെ ഒരു സൈൻ അതിനകത്ത്. ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, അത് വ്യാജമാണോ ഒറിജിനൽ എന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഒരുപാട് ഏജൻസികളുണ്ടല്ലോ. അപ്പോൾ ഈ ഏജൻസികൾ എടുത്തുന്നത് പിന്നെ എക്സാം എഴുതി പാസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. യൂണിവേഴ്സിറ്റി അപ്പൊ തന്നെ അതിന്റെ വെരിഫിക്കേഷൻ. അതെ, കാരണം ഈ UGC ഗ്രാൻഡ് കമ്മീഷന്റെ UGCയുടെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ABCID എല്ലാ സ്റ്റുഡൻസിൽ നിന്നും കളക്ട് ചെയ്യണം എന്നുള്ള ഒരു സർക്കുലർ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും ഇപ്പോൾ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും ABCID അത് ആവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഫ്യൂ മന്ത്സിനകത്ത് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിന്റെ അണ്ടറിലേക്ക് വരും. അപ്പോ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഇത് തന്നെ നമുക്ക് തടയാനായിട്ട് പറ്റും. ശരിക്കും അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം. പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇപ്പൊ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ, ഇപ്പൊ അടുത്ത് വന്നല്ലേ? കുറച്ച് നാളുകളായി, കുറച്ച് മാസങ്ങളായി അതിന്റെ ഒരു പ്രോസസ്സ് വന്നിട്ട്. അതിനൊരു മെയിൻ ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു പോർട്ടൽ ഉണ്ട്, abc.gov.in എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് സാർ ഒന്ന് പറഞ്ഞ് വിശദീകരിച്ചു, ആളുകൾക്ക് അറിയാലോ അത് എങ്ങനെ അത് ചെയ്യണം. ഓക്കെ, നമുക്ക് ABCID ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓൾറെഡി നമ്മളുടെ ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ ഒഫീഷ്യൽ ക്രെഡൻഷ്യൽസ് എല്ലാം അതിനകത്താണ് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഡിജി ലോക്കർ അക്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിജി ലോക്കർ എന്നുള്ളൊരു അക്കൗണ്ട്, ഡിജി ലോക്കർ എന്ന പോർട്ടലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഗവൺമെന്റ് അതിന്റെ ലിങ്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഡിജി ലോക്കർ ക്രെഡൻഷ്യൽ ഉപയോഗിച്ച് ഒന്നുകൂടി ലോഗിൻ ചെയ്യണം. അതിനുശേഷം വൺസ് ലോഗിൻ നിങ്ങൾക്ക് അതിനകത്ത് ABCD ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണാൻ പറ്റും.
അതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതായത് ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻ, ഇതെല്ലാം അതിനകത്ത് എൻ്റർ ചെയ്യുക. അവർ ചോദിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് യൂണിവേഴ്സിറ്റി ആണോ അതിൽ ലിസ്റ്റഡ് ആയിട്ട് ഡിഗ്രി ഡിപ്ലോമയും പറ്റും. അതെ അതെ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതിനകത്ത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത് അതിനകത്ത് ലിസ്റ്റഡ് ആയിരിക്കും. അത് സെലക്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ABCID ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആണ്. വൺസ് ABCID ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു 12 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ കോപ്പി അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നിരവധി വീഡിയോ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതല്ല ഇൻ കേസ് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഏജൻസികളുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് അക്ഷയ വഴിയെല്ലാം നമുക്കത് ചെയ്യാവുന്നതാണ്. അതൊരു വലിയൊരു ഇഷ്യൂ അല്ല. പക്ഷെ അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു യുണീക്ക് നമ്പറാണ്. അത് എല്ലാവരും, ഈവൻ സ്റ്റുഡൻസിന് വരെ, ഇപ്പോൾ ചെറിയ ക്ലാസ് തൊട്ടുള്ള സ്റ്റുഡൻസിന് വരെ അത് ആധാർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഡിഗ്രി ഡിപ്ലോമ ഹോൾഡർ എല്ലാവരും തന്നെ അത് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് സുഖമാണ്. ഒന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ വെരിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നടക്കും ആണല്ലേ. പിന്നെ നമുക്കൊരു സമാധാനമാണ്, നമ്മൾ പഠിച്ച ഈ കോഴ്സ് ഒറിജിനലാണോ, യൂണിവേഴ്സിറ്റി അംഗീകൃത യൂണിവേഴ്സിറ്റി ആണോ അല്ല. കാരണം ഇപ്പൊ 900 യൂണിവേഴ്സിറ്റികളുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ. അപ്പൊ ഇതിൽ കോഴ്സ് എടുക്കുമ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലേ എന്ന് അറിയാനും കൂടെ. കാരണം നമുക്ക് ഇത് ഗൾഫിലൊക്കെ ചിലപ്പോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ്, ചിലപ്പോൾ നേരെ ഉള്ളിൽ പോകേണ്ടി വരും. അപ്പൊ അതൊക്കെ ഉറപ്പുവരുത്താൻ വളരെ സൗകര്യപ്രദമാണ് ഇത്. ഇനി ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ IITSന്റെ നമ്പർ നമ്മൾ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് അത് നോക്കിക്കൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വിളിക്കാം. സാറിന്റെ പേരും കാര്യങ്ങളൊന്ന് പറയാം. എന്റെ പേര് ശ്യാം. ഞാനിവിടെ സ്കിൽ എഡ്യൂക്കേഷന്റെ ഓപ്പറേഷൻ ഹെഡ് ആയിട്ട് സ്കിൽ എഡ്യൂക്കേഷന്റെ IITSന്റെ സ്കിൽ എഡ്യൂക്കേഷന്റെ ഓപ്പറേഷൻ ഹെഡാണ്. അപ്പോൾ മൊത്തം കമ്പനിയുടെ നമ്പർ കൊടുക്കും. അത് ആളുകൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതാണ്.